ഹായ്, ഇന്ന് രാവിലെ ഗോതമ്പ് പൊടിയിൽ നിന്നാണ് തുടക്കം. ഗോതമ്പ് പൊടി എപ്പോൾ ഞാൻ നനച്ചാലും കട്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തേ വരത്തുള്ളൂ. അപ്പം ഞാനെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത്തിരി വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചിട്ട് മിക്സിയിലിട്ട് ഒറ്റ ക്രഷ് ചെയ്തെടുക്കും. അപ്പം ഇങ്ങനെ നല്ല പൊടി പുട്ടായിട്ട് തന്നെ കിട്ടും. കട്ട വന്നാൽ എനിക്ക് ഗോതമ്പ് പൊടി ഞങ്ങൾക്ക് ഇഷ്ടമല്ല. നന്നായിട്ട് തേങ്ങ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഗോതമ്പ് പൊട്ടും നന്നായിട്ട് തേങ്ങ ഇട്ട് കുഴച്ചെടുത്താൽ അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പുട്ടും ചിക്കൻ കറിയിലും അങ്ങ് പോയി. പിന്നെ നേരത്തെ പണി കഴിഞ്ഞിട്ട് എനിക്ക് കുറേ സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. മെയിനായിട്ട് സോപ്പ് പൊടിയൊക്കെ വാങ്ങിക്കാൻ. ഞാനിവിടെ തൃപ്പൂണിത്തുറയിൽ എക്സൽ കെമിക്കൽസ് എന്ന് പറഞ്ഞൊരു സോപ്പ് പൊടിയൊക്കെയുള്ള കടയുണ്ട്. അവിടെ നിന്നാണ് ഞാൻ സോപ്പ് പൊടിയൊക്കെ വാങ്ങിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ വിട്ടത് ഇവിടെ ഡാമിക്കുട്ടിൻ്റെ യൂണിഫോമിൽ ഒരു ബട്ടൺസ് പോയായിരുന്നു. വേറൊരു കുഴപ്പമില്ലായിരുന്നു, നിക്കറിൻ്റെ ബട്ടൺസ് പോയി. അപ്പോൾ ആ ബട്ടൺസ് അന്വേഷിച്ച് നടന്നതാണ്. സാധാരണ നമ്മുടെ തൃപ്പൂണിത്തുറയിൽ ആ എക്സൽ ബ്യൂട്ടി പാർലറിൻ്റെയൊക്കെ സൈഡിലായിട്ടുള്ള ഒരു കടയിൽ കിട്ടുമായിരുന്നു. ഞാൻ അവിടെ നിന്ന് പണ്ട് ബട്ടൺസൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ പ്രാവശ്യം അവിടെ ചെന്നപ്പോഴേക്കും ഇപ്പോൾ ആ ഷോപ്പ് മാറിയെന്ന്, ഇപ്പോൾ ടൈലറിങ് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു വിട്ടു. പിന്നെ ഒന്ന് കൃഷ്ണയിൽ കയറി. ഇവിടെ കൊച്ചുങ്ങൾക്ക് കുറച്ച് ഇത് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നർ വെയേഴ്സും പിന്നെ മായമ്മക്കും രേഖ ടീച്ചറിനും നാളെ ഇവരുടെ സെൻഡ് ഓഫാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങിക്കാനുള്ളതുകൊണ്ട് ഞാൻ കൃഷ്ണയിൽ കയറിയായിരുന്നു. നല്ല കളക്ഷനാണ് കേട്ടോ. സാരിയൊക്കെ നല്ല എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ അവിടെ അധിക സമയം നിന്നില്ല. എനിക്ക് വേറെയും കുറേ കടയിൽ പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ 2 എണ്ണം എടുത്തു. പൊതിയണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ എനിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെയുള്ള ആലോചനയിൽ പൊതിയണ്ട, എല്ലാം ഉള്ളിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് വീട്ടിയിട്ട് വന്നു. പക്ഷേ ഇവിടെ വന്ന് ഞാൻ പൊതിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. പിന്നെ പോട്ടേന്ന് ഓർത്ത് സാരിയില്ല വിട്ട് കളഞ്ഞു. പിന്നെ രണ്ടാമത് പൊളിക്കാനൊന്നും നിന്നില്ല. അത് ഞാൻ അങ്കനവാടിയിൽ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നേരെ വിട്ടത് ഹോം സ്ട്രീറ്റാണ്. അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം തന്നെ ഇരുട്ടായിരുന്നു. നമ്മുടെ ഇരൂര് കണിയാമ്പുഴ വഴിയിലേക്ക് മഴയും പിന്നെ രാത്രിയും കൂടി സന്ധ്യ കഴിയുമ്പോൾ തന്നെ നല്ല ബ്ലോക്കായിരിക്കും. ഒരു വലിയ വണ്ടി വന്നാൽ മതി, ആ വഴി എന്തായാലും ബ്ലോക്ക് കിട്ടും. പിന്നെ വെള്ളം, നല്ല വെള്ളമായിരുന്നു. ഞാൻ വഴി കയറിയതും ഒരു വലിയ ട്രാവലർ എൻ്റെ മുമ്പിൽ കയറി. അതോടെ അവിടെ നിന്ന് വയറ്റില വരെ കടന്നാണ് പോകുന്നത്. അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് പെട്ടി നിറയെ സാധനം മേടിച്ച് ഞാൻ ഇറങ്ങി. കൃഷ്ണയിൽ നിന്നാണ് വാങ്ങിച്ചത്. അത് സമ്മാനമൊക്കെ ഞാൻ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചേക്കാം നാളത്തേക്ക് വേണ്ടി. എല്ലാം സെറ്റാക്കി. ഇനി നാളെ അങ്കനവാടിയിട്ട് പോയാൽ മതി. ദേവിടോട്ടിന് ഇവിടെ പോകാൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.